ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസ് അക്കൗണ്ടിലെ പണം പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെറിയൊരു കാലയളവിൽ നിങ്ങളുടെ ഓപ്ഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് പോയോ? ഗ്രീഡിനെസ്സും ആ ഒരു ഭയവും കാരണം ട്രേഡിങ്ങിനെ പൂർണ്ണമായിട്ട് ഭരിക്കാൻ വിട്ടുകൊടുക്കുകയും സ്ക്രീനിൽ തെളിയുന്ന ആ ചുവന്ന അക്കങ്ങൾ ഒരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, നമ്മുടെ കഴിവുകേടിനെയും അച്ചടക്കത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്നത് പോലെ തോന്നുകയും ചെയ്യുന്ന ഒരു സൈക്കിളിൽ പെട്ടുപോയവർക്ക് വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അത് തിരിച്ചു പിടിക്കാനായി ഉടൻ തന്നെ അതിലും വലിയ റിസ്കുകളുള്ള മറ്റൊരു ട്രേഡിലേക്ക് എടുത്തിയാളും. അങ്ങനെ വീഴ്ചയുടെ ആഴം കൂടി വരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിലുള്ള ആ ചുവന്ന നമ്പറുകൾ കാണുമ്പോൾ ഒരു പിടച്ചിൽ അനുഭവപ്പെടാറുണ്ടോ? ഇതാണ് ഞാനൊരു പരാജയമാണോ എന്ന് ഞാൻ തന്നെ എന്നോട് സ്വയം ചോദിച്ച നിമിഷം. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. റീറ്റെയിൽ ട്രേഡർമാരിൽ 70 മുതൽ 90% വരെ ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്നു എന്നൊരു കണക്ക് വ്യാപകമായിട്ട് പറയാറുണ്ട്. ഇത് മിക്ക ട്രേഡർമാരും എപ്പോഴെങ്കിലും നേരിടുന്ന വൈകാരികമായി തകർന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കുറച്ചു പേർ മാത്രമേ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുള്ളൂ, അതിനൊരു റിക്കവറിക്ക് തയ്യാറാവുള്ളൂ. ഇത്തരത്തിൽ ഓപ്ഷൻസ് അക്കൗണ്ട് കാലിയായി പോകുന്ന 90% ട്രേഡേഴ്സും ചെയ്യുന്ന 3 ഇമ്പോർട്ടന്റ് മിസ്റ്റേക്സ് ഉണ്ട്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ അക്കൗണ്ട് തകർക്കുന്ന ആ ഒരു ദുഷിച്ച സർക്കിൾ എങ്ങനെ നിർത്താം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത 30 ദിവസം അച്ചടക്കത്തോടെ ട്രേഡ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. തകർന്ന അക്കൗണ്ടിൽ നിന്ന് തിരികെ കയറാനുള്ള എന്റെ 30-ഡേ പ്ലാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളിൽ ഭൂരിഭാഗം പേരും എങ്ങനെ ഇതേ അവസ്ഥയിൽ എത്തിച്ചേരുന്നു? അത് നമ്മൾ അത്ര സ്മാർട്ട് അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മളുടെ ആ ഒരു സൈക്കോളജിയെ ചൂഷണം ചെയ്യത്തക്ക രീതിയിലാണ് ഓപ്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിൽ പലരും ശത്രു ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ആദ്യത്തെ ആ ഒരു സൈലന്റ് കില്ലർ തീറ്റ ഡിക്കെയാണ്. നിങ്ങൾ വാങ്ങുന്ന ഓരോ ഓപ്ഷനെയും ഉരുകുന്ന ഒരു ഐസ് ക്യൂബായിട്ട് സങ്കല്പിക്കുക. ദിവസം കഴിയും തോറും മൂല്യം അതിവേഗം കുറയുന്ന ഒരു ആസ്തിയാണിത്. ഞാനിത് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞത് ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ സ്റ്റോക്കിൽ ഒരു വലിയ പ്രീമിയം നൽകി വീക്ക്ലി കോളുകൾ വാങ്ങി വെച്ചിരുന്നു. ആ സ്റ്റോക്ക് 3 ദിവസം ആ വിലയിൽ നിന്ന് താഴേക്ക് പോയതേയില്ല. എന്നിട്ടും എന്റെ പൊസിഷന്റെ 60% നഷ്ടത്തിലേക്ക് എത്തി എന്നുള്ളത് വളരെ വലിയൊരു തിരിച്ചറിവായിരുന്നു. എന്തുകൊണ്ടാണ് ഈ തീറ്റ എന്റെ പ്രീമിയം മുഴുവൻ കാർന്നു തിന്നുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ള വലിയൊരു മുന്നേറ്റം സ്റ്റോക്ക് ഉടനടി നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷന്റെ മൂല്യം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 0 നിങ്ങൾ നഷ്ടപ്പെട്ടത് റോങ് ഡയറക്ഷൻ അല്ല, റോങ് ടൈം ആയിരുന്നു. രണ്ടാമത്തെ ആ ഒരു പ്രോബ്ലം ഓവർ ലെവറേജിങ്ങും തെറ്റായിട്ടുള്ള പൊസിഷൻ സൈസിങ്ങുമാണ്. ഓപ്ഷൻസിന് വില കുറവാണെന്ന് പൊതുവെ നമുക്ക് തോന്നാറുണ്ട്. വളരെ ചെറിയ പൈസ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്റ്റോക്കിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ ലെവറേജ് ആണ് നമ്മളെ ആകർഷിക്കുന്നത്. പക്ഷെ ഇത് മൂർച്ചയേറിയ ഒരു ഇരുതല വാളാണ്. 200% പ്രോഫിറ്റ് കിട്ടിയ ആദ്യ ട്രേഡ് അതായിരുന്നു നിങ്ങളുടെ അക്കൗണ്ട് നശിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ തുടക്കം. ലാഭം നിങ്ങളെ സമ്പന്നനാക്കില്ല, പകരം അത് നിങ്ങളെ അശ്രദ്ധനാക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു പ്രശ്നം നിങ്ങളെ വല്ലാതെ അടിമപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് നയിക്കുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഒരു കമ്പനിയെ കുറിച്ചുള്ള ഒരു ന്യൂസ് കേട്ട് അവന്റെ ചെറിയ അക്കൗണ്ടിലെ മുഴുവൻ പണവും ഉപയോഗിച്ച് ഔട്ട് ഓഫ് ദ മണി പുട്ടുകൾ വാങ്ങിക്കൂട്ടുകയുണ്ടായി. മാർക്കറ്റ് ചെറുതായി ഒന്ന് അനങ്ങിയപ്പോഴേക്കും അവന്റെ അക്കൗണ്ട് 2 ദിവസം കൊണ്ട് കാലിയായി. മറുവശത്ത് പ്രൊഫഷണലുകൾ ഒരു ട്രേഡിൽ അവരുടെ അക്കൗണ്ടിന്റെ 1-2% മാത്രം റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും കണക്കാക്കാതെ നമ്മുടെ അക്കൗണ്ടിന്റെ വലിയൊരു ഭാഗം ഒരു സിംഗിൾ ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദരിദ്രനാക്കുന്നത്. അതേസമയം പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ നഷ്ടങ്ങളെ അതിജീവിക്കാനും അവർ കളിയിൽ തുടരാനും അവരെ സഹായിക്കുന്നത് ഈ ഒരു പൊസിഷൻ സൈസിങ് തന്നെയാണ്. മൂന്നാമതായിട്ട് വാർത്തകളിലും ഏർണിംഗ്സിനുമുള്ള നമ്മുടെ ഒരു ഗാംബ്ലിംഗ് ആണ് മറ്റൊരു പ്രോബ്ലം. കമ്പനികളുടെ ഏർണിംഗ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് വില കുറഞ്ഞ ഔട്ട് ഓഫ് ദ മണി കോളുകളോ അല്ലെങ്കിൽ പുട്ടുകളോ വാങ്ങുന്നത് നിങ്ങളുടെ പണം മുഴുവൻ നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗങ്ങളിലൊന്നാണ്. ഇതിന് കാരണം ഇംപ്ലൈഡ് വോളറ്റാലിറ്റി അഥവാ IB ആണ്. ഏർണിംഗ്സ് പോലെയുള്ള ഒരു സംഭവത്തിന് മുമ്പായിട്ട് ഓപ്ഷൻസിലെ പ്രീമിയം വളരെ വലുതാകുന്നു. വാർത്ത പുറത്തു വരുന്ന നിമിഷം ആ ഒരു സസ്പെൻസ് ഇല്ലാതാവുകയും IB ക്രാഷ് ചെയ്യുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും IBയുടെ ബെനിഫിറ്റിൽ കൂടി നിന്ന ഒരു പ്രീമിയം പെട്ടെന്ന് ചെറുതാവും. പ്രൊഫഷണലുകൾ പലപ്പോഴും ഇത് മുതലെടുത്ത് ഒരു ചൂതാട്ടക്കാർക്ക് ഉയർന്ന പ്രീമിയത്തിൽ ഓപ്ഷൻസ് വിൽക്കുന്നു, അല്ലാതെ അവരിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ തീറ്റ ഡിക്കെ, ഓവർ സൈസിങ്, വാർത്തകളിലുള്ള ഗാംബ്ലിംഗ്, ഇവ ഒരുമിച്ച് ഒരു പെർഫെക്റ്റ് സ്റ്റോം ഉണ്ടാക്കുന്നു. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിനെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ പണം നഷ്ടപ്പെടുന്നത് ഒരു വശം മാത്രമാണ്, പക്ഷെ യഥാർത്ഥ തകർച്ച സംഭവിക്കുന്നത് അത് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള കയറ്റിറക്കങ്ങളിലാണ്. നഷ്ടം സംഭവിക്കുന്ന ഓരോ ട്രേഡർക്കും പരിചിതമായിട്ടുള്ള ഒരു സർക്കിളാണിത്. പ്രതീക്ഷ, ഭയം, പരിഭ്രാന്തി, പ്രതികാരം. ഇത് പ്രതീക്ഷയിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു ട്രേഡിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾ ആ വിജയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. ആ ലാഭം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് കണക്ക് കൂട്ടുന്നു. ബേസിക്കലി നിങ്ങൾ ചിന്തിക്കുന്നു, ഇതാണ് ആ ട്രേഡ്, ഇത് ഇരട്ടിയാകും എന്ന്. പിന്നീട് ട്രേഡ് നിങ്ങൾക്ക് എതിരായി നീങ്ങുന്നു.
പതിയെ പതിയെ ആ ഒരു പ്രതീക്ഷ ഭയമായിട്ട് മാറുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങുന്നു. ഞാനത് ഹോൾഡ് ചെയ്യണോ, ഒരു പക്ഷേ തിരികെ വന്നാലോ? നിങ്ങൾ മരവിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. വലിയ നഷ്ടമുണ്ടാകുമോ എന്ന ഭയത്തിനും നേരത്തെ വിറ്റ് തിരിച്ചു വരുമോ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിനും ഇടയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പൊസിഷൻ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുന്തോറും, എക്സ്പയറി ഡേറ്റ് അടുക്കുന്തോറും ഭയം വലിയ പരിഭ്രാന്തിയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. യുക്തിപരമായിട്ടുള്ള ഒരു തിങ്കിങ്ങും ഇല്ലാതെ നിങ്ങളുടെ തലച്ചോറിനെ അപകട സൂചന നൽകുന്ന ഭാഗം നിർത്താതെ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചല്ല ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾ വെറുതെ പ്രതികരിക്കുകയാണ്. സാധാരണയായിട്ട് ഈ സമയത്താണ് നിങ്ങൾ തോൽവി സമ്മതിച്ച് വിൽക്കുന്നത്. ഏറ്റവും മോശം വിലയിൽ ഭീമമായ നഷ്ടത്തിൽ നമ്മൾ സ്റ്റോക്കുകൾ വിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അതിനുശേഷം ഏറ്റവും മോശമായിട്ടുള്ള ഒരു വികാരം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നു, പ്രതികാരം അഥവാ റിവഞ്ച് ട്രേഡിംഗ്. മാർക്കറ്റ് നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങൾക്ക് കടുത്ത ദേഷ്യം വരും. നിങ്ങളോട് തന്നെ പറയും, എനിക്ക് ആ പണം ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ തിരികെ പിടിക്കണം, ഞാനത് ഇപ്പൊ തന്നെ ചെയ്യും, അതിനുള്ള കരുത്ത് എനിക്കുണ്ട്. അങ്ങനെ നിങ്ങൾ കാണുന്ന അടുത്ത ട്രേഡിലേക്ക് ചാടിക്കയറും. പലപ്പോഴും ഇരട്ടി വലുപ്പത്തിൽ ഒരു പ്ലാനും ഇല്ലാതെ നിരാശ മാത്രം കൈമുതലാക്കി നിങ്ങൾ ചാടിക്കയറുന്നു. ഇതാണ് റിവഞ്ച് ട്രേഡിംഗ്. അപ്പൊ അതായത് ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി ഇവിടെ നമ്മൾ തന്നെ അടിക്കുകയാണ്. ഈ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തിൽ ചതഞ്ഞരഞ്ഞ് പുറന്തള്ളപ്പെടുന്നത് കൊണ്ടാണ് ഡേ ട്രേഡർമാരിൽ വലിയൊരു ശതമാനം ആദ്യ വർഷത്തിനുള്ളിൽ തന്നെ നിർത്തി പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് കരകയറാൻ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു സർക്കിൾ പൊട്ടിച്ചെറിയേണ്ടതുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള വഴികളിലേക്ക് കടക്കും മുമ്പ് ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ആ സബ്സ്ക്രൈബിംഗ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ട്രേഡിംഗിൽ സ്ഥിരത കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള അച്ചടക്കം വളർത്തിയെടുക്കാൻ സഹായിക്കുക. ട്രേഡിംഗിന്റെ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്യാത്തതുമായിട്ടുള്ള വശം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നതുമാണ് ഈ ഒരു ചാനലിന്റെ ലക്ഷ്യം. അപ്പോ നമ്മുടെ 30 ദിവസത്തെ റിക്കവറി പ്ലാനിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ പ്രശ്നം തിരിച്ചറിഞ്ഞു, നിങ്ങൾ അകപ്പെട്ട ആ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വലയം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. ഇതൊരിക്കലും പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു കുറുക്കുവഴിയല്ല. നഷ്ടങ്ങൾ നിർത്താനും നിങ്ങളുടെ മാനസികമായിട്ടുള്ള കരുത്ത് പുനർനിർമ്മിക്കാനും പ്രൊഫഷണൽ ട്രേഡർമാർ പിന്തുടരുന്ന ശീലങ്ങൾ സ്ഥാപിക്കാനും രൂപകൽപ്പന ചെയ്ത ഒരു 30 ദിവസത്തെ ഹാർഡ് റീസെറ്റ് ആണിത്. ഇനി പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണ അച്ചടക്കത്തോടെ പിന്തുടരണം. ഒന്നാമത്തെ ഘട്ടത്തിൽ ഒരു 30 ദിവസത്തേക്ക് ഓപ്ഷൻ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും നിർത്തിവെക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു കഠിനമായിട്ടുള്ള നിർദ്ദേശമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഇതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം. പൂർണ്ണമായ ഒരു ഇടവേള എടുക്കുന്നത് ഒരു ബലഹീനതയുടെ ലക്ഷണമൊന്നുമല്ല, അതൊരു പ്രൊഫഷണൽ റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അടുത്ത 30 ദിവസത്തേക്ക് ഒരു ലൈവ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് അനുവാദമില്ല. അനാവശ്യമായി ട്രേഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ആസക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിസിഷന്റെ ലക്ഷ്യം. ഈ സമയത്ത് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യും. നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള റിസ്കുകളുള്ള ഒരു സ്ട്രാറ്റജിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതൊരു ബുൾ പുട്ട് സ്പ്രെഡ് അല്ലെങ്കിൽ ഒരു ബെയർ കോൾ സ്പ്രെഡ് ഏതുമാകാം. നിങ്ങളുടെ ലക്ഷ്യം $1 മില്യൺ പേപ്പർ ഉണ്ടാക്കുക എന്നല്ല, മറിച്ച് കർശനമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ച് ഒരേ ഒരു സെറ്റപ്പ് വീണ്ടും വീണ്ടും നടപ്പിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു ട്രേഡിംഗ് ജേർണൽ തുടങ്ങേണ്ടതുണ്ട്. ഓരോ പേപ്പർ ട്രേഡിലും നിങ്ങൾ എന്തിനാണ് അത് എടുത്തതെന്നും നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ പാലിച്ചോ എന്നും എഴുതുക. ഈ ലളിതമായിട്ടുള്ള ശീലം നിങ്ങളുടെ തീരുമാനങ്ങളെ വൈകാരിക തലത്തിൽ നിന്ന് മാറ്റി കാര്യങ്ങളെ വിശകലനം ചെയ്ത് വിലയിരുത്താൻ സഹായിക്കും. നിങ്ങൾക്ക് ട്രേഡിംഗിൽ ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുകയും ചെയ്യും. അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ സൈസ് കുറയ്ക്കുക, അതുപോലെ തന്നെ വിജയം എന്നതിനെ പുനർനിർവചിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ 30 ദിവസം റീസെറ്റിന് ശേഷം നിങ്ങൾ ലൈവ് ട്രേഡിംഗിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ പോകുന്നു. നിങ്ങളുടെ മുൻപത്തെ പൊസിഷൻ സൈസ് പകുതിയായിട്ട് കുറയ്ക്കും. നിങ്ങൾ 2 കോൺട്രാക്റ്റുകളായിരുന്നു ട്രേഡ് ചെയ്തെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 1 ട്രേഡ് ചെയ്യും. ഒന്നായിരുന്നെങ്കിൽ ഒരു കോൺട്രാക്റ്റിന്റെ റിസ്ക് കുറവുള്ള, വില കുറവുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടെത്തുന്നു. ഓരോ ട്രേഡിലുമുള്ള പണത്തിന്റെ അളവ് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാത്ത അത്ര ചെറുതാക്കുക. ഇത് തന്നെയാണ് ഈ ഒരു പ്ലാനിങ്ങിന്റെ ലക്ഷ്യം. നിങ്ങളുടെ ഭയത്തിനും അത്യാഗ്രഹത്തിനും ശക്തി നൽകുന്ന ഇന്ധനം ഇല്ലാതാക്കും. അതിലും പ്രധാനമായിട്ട് ഒരു വിജയം എന്താണ് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും പുനർനിർവചിക്കാൻ പോവുകയാണ്. വിജയം എന്നത് ഒരുപാട് പണമുണ്ടാക്കുന്നതിനെ കുറിച്ചല്ല, നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ തികഞ്ഞ അച്ചടക്കത്തോടെ പിന്തുടരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പക്ഷേ നഷ്ടത്തിലുള്ള ഒരു ട്രേഡ് ഉണ്ടായേക്കാം, പക്ഷെ അതൊരു നല്ല ട്രേഡ് ആയിരുന്നു. കാരണം നിങ്ങളുടെ എൻട്രി, സ്റ്റോപ്പ് ലോസ്, സൈസിങ് നിയമങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു. അതുപോലെ നിങ്ങളുടെ നിയമങ്ങൾ ലംഘിച്ചതിന് ശേഷം ഭാഗ്യം കൊണ്ട് വിജയിച്ച ഒരു ട്രേഡ് മോശം ട്രേഡ് ആകാം. നിങ്ങളുടെ അടുത്ത 200 ട്രേഡുകളിൽ നിങ്ങളുടെ ലാഭനഷ്ട കണക്കുകൾ വളരെ അപ്രസക്തമാണ്. നിങ്ങളുടെ വിജയത്തിന്റെ ഒരേ ഒരു അളവുകോൽ നിങ്ങൾ ആ പ്രക്രിയയോട് നിങ്ങൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. ഫലത്തേക്കാൾ ഉപരി ആ ഒരു പ്രോസസ്സിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പ്രൊഫഷണൽ ട്രേഡിംഗിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണിത്. അടുത്ത ഘട്ടത്തിൽ ഒരു ഗാംബ്ലറെ പോലെയല്ല, ഒരു ഇൻഷുറൻസ് കമ്പനിയെ പോലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പഠിക്കുക. അവസാനത്തെ ഘട്ടം നിങ്ങളുടെ മുഴുവൻ തന്ത്രപരമായിട്ടുള്ള സമീപനവും മാറ്റുക എന്നതാണ്. ക്രെഡിറ്റ് സ്പ്രെഡുകൾ അല്ലെങ്കിൽ ഐറൺ കോണ്ടൂറുകൾ പോലെയുള്ള സ്ട്രാറ്റജികൾക്ക് നിങ്ങൾ ട്രേഡിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ ഒരു പരമാവധി നഷ്ടം നിശ്ചയിച്ചിട്ടുണ്ടാവും. അക്കൗണ്ടിനെ തകർക്കുന്ന അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ ഇത് ഏറ്റവും പ്രയോജനപ്പെടും. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള റിസ്ക് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയുകയും ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു വലിയ എമൗണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്.
പ്രൊഫഷണലുകൾ പലപ്പോഴും 50-70% പണമായിട്ട് തന്നെ സൂക്ഷിക്കാറുണ്ട്. ഒരു മികച്ച A+ സെറ്റപ്പിനായിട്ട് ക്ഷമയോടെ അവർ കാത്തിരിക്കാറുണ്ട്. അവർക്ക് എപ്പോഴും ട്രേഡിലായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ക്ഷമയോടെ കാത്തിരിക്കുന്നത് തന്നെ ഒരു ലാഭകരമായിട്ടുള്ള നിലപാടാണ് എന്ന് അവർക്കറിയാം. അവസാനമായിട്ട് ചെറിയ നഷ്ടങ്ങളെ ബിസിനസ് ചെയ്യുന്നതിന്റെ ഒരു ചെലവായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. ഓപ്ഷൻ പ്രീമിയം വിൽക്കുന്ന പ്രൊഫഷണലുകൾക്ക് പലപ്പോഴും 60-70% വിജയ സാധ്യത ഉണ്ടാകാറുണ്ട്. ഇതിനർത്ഥം അവരെപ്പോഴും 30-40% സമയത്തും തോൽക്കുന്നു എന്നുള്ളതാണ്. വ്യത്യാസം ഇതാണ്, അവരുടെ വിജയങ്ങൾ സ്ഥിരതയുള്ളതും അവരുടെ നഷ്ടങ്ങൾ ചെറുതുമാണ്. ഈ 3 ഘട്ട പദ്ധതി 30 ദിവസത്തെ ഹാർഡ് റീസെറ്റ് പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഡിഫൈൻഡ് റിസ്ക് സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യൽ, ഇതാണ് ഈ കുഴിയിൽ നിന്ന് കരകയറാനുള്ള നിങ്ങളുടെ ഏക വഴി. ഇതത്ര ആകർഷണീയമായിട്ടുള്ള ഒരു വഴിയായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിരിക്കില്ല, പക്ഷേ തകർച്ചയിൽ നിന്ന് കരകയറാൻ തെളിയിക്കപ്പെട്ട വളരെ നല്ല മാർഗമാണിത്. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഒന്നുകിൽ അച്ചടക്കത്തോടെ നിങ്ങളെ പതുക്കെ സമ്പന്നനാക്കും, അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ വളരെ വേഗത്തിൽ ദരിദ്രനാക്കും. ഇതാണ് വളരെ കൈപ്പേറിയ സത്യം. ഇതിന് ഒരു മധ്യപാതയില്ല. തകർന്ന അക്കൗണ്ടിന്റെ വേദന ശക്തവും വിലയേറിയതുമായിട്ടുള്ള ഒരു പാഠമാണ്. പക്ഷെ അത് നിങ്ങളുടെ കഥയുടെ അവസാനമാകണമെന്നില്ല. മാർക്കറ്റ് യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നും അതിനേക്കാൾ പ്രധാനമായിട്ട് സമ്മർദ്ദങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും പഠിക്കാൻ നിങ്ങൾ നൽകേണ്ടി വരുന്ന ഒരു ട്യൂഷൻ ഫീസായിട്ട് അതിനെ കാണും. മുമ്പോട്ടുള്ള പാത അച്ചടക്കത്തിന്റെയും ക്ഷമയുടെയും കൂടിയാണ്. ഇതിനെ ഒരു സ്ലോട്ട് മെഷീൻ ആയിട്ട് കാണാതെ ഒരു ബിസിനസ് ആയിട്ട് സമീപിക്കുന്നതിലാണ് കാര്യം. ഒരു വലിയ അസ്ഥിര വിജയത്തിന് പിന്നാലെ പോകുന്നതിനേക്കാൾ വളരെ ശക്തമാണ് ചെറിയ സ്ഥിരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സെലക്ഷൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ എത്തിച്ച പഴയ ശീലങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരികെ പോകാം, അല്ലെങ്കിൽ 30 ദിവസത്തെ പ്ലാനിനോട് പ്രതിജ്ഞാബദ്ധമായിട്ട് നിങ്ങൾക്ക് അച്ചടക്കത്തോടെ ട്രേഡിംഗിൽ നിൽക്കാം. നിങ്ങൾ ആ പ്രതിബദ്ധത ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ താഴെ ഓപ്ഷൻസ് എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഈ പ്രക്രിയ ഒരുമിച്ച് ആരംഭിക്കാം. അച്ചടക്കത്തോടെയുള്ള ട്രേഡിംഗ് സ്റ്റൈലിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇനിയും ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.